ഇസ്ലാമിക ചരിത്രത്തിലെ രാജവംശങ്ങളെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നിങ്ങളുടെ മുസ്ലിം സുഹൃത്തിനോട് ചോദിക്കുക എന്ന എൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ചുവടെ കാണപ്പെടുന്നു. പ്രധാന തലക്കെട്ട് 1. ഇസ്ലാമിക അധ്യാപനം. ഉപതലക്കെട്ട് 1.1 ഇസ്ലാമിൻ്റെ ചരിത്രം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് 26 കുറയ്ക്കുക 28 പേജുകൾ വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ഈ പേജ് നമ്പറുകൾ എൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് മറ്റൊരു വിവർത്തനം ഉണ്ടെങ്കിൽ പേജ് നമ്പറുകൾ മിക്കവാറും വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ലോകത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചത്? മുസ്ലിങ്ങൾ പുതിയ ദേശങ്ങളിലേക്ക് വ്യാപിച്ചു എന്നത് വ്യക്തമാണ്. ഈ മുന്നേറ്റം സമാധാനപരമാണോ അതോ തീവ്രവാദപരമാണോ? ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾ കുരിശുയുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയിൽ ഏർപ്പെട്ടതെന്തുകൊണ്ട്? എങ്ങനെ കുരിശുയുദ്ധങ്ങൾ ഭാവിയിൽ ക്രിസ്ത്യൻ മുസ്ലിം ബന്ധത്തെ ബാധിച്ചത്? ഈ പ്രഭാഷണത്തിൽ ഞാൻ AD 661 മുതൽ ഏകദേശം 1258 വരെ ഉള്ള ചരിത്ര കാലഘട്ടത്തെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ നൽകുന്നു. ഈ കാലഘട്ടത്തിലെ ചരിത്ര കാലഘട്ടങ്ങളെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിനു ശേഷം ആരംഭിച്ച ആദ്യത്തെ രാജവംശത്തെ ഉമയ്യദ് രാജവംശം എന്ന് വിളിക്കുന്നു. ഉമയ്യയുടെ പിൻഗാമികളായ ഉമയ്യാദുകൾ ഖുറൈശി ഗോത്രത്തിലെ മുഹമ്മദിന്റെ വംശത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു ഗോത്രമായിരുന്നു. ഈ രാജവംശത്തിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനിപ്പറയുന്നവയാണ്. ഇത് ഏകദേശം 89 വർഷം നീണ്ടുനിന്നു. ഈ രാജവംശത്തെ ഏക ഭരണാധികാരിയുടെ പേര് മുആവിയ എന്നായിരുന്നു. അദ്ദേഹം രാജവംശം സ്ഥാപിച്ചു. അദ്ദേഹം ഭരിച്ചിരുന്ന കേന്ദ്രം ദമാസ്കസ് ആയിരുന്നു. സൈനിക വിജയങ്ങളിലൂടെ ഇസ്ലാമിക രാജവംശം വളരെയധികം പ്രാദേശിക വളർച്ച നേടുന്നു. AD 711 ഇസ്ലാമിക സൈന്യം വടക്കേ ആഫ്രിക്കയിൽ നിന്ന് സ്പെയിനിലേക്ക് കടക്കുകയും ഐബീരിയൻ ഉപദ്വീപ് മിക്കവാറും എല്ലാം കീഴടക്കുകയും ചെയ്തു. ഫ്രാൻസിലെ പൊയ്റ്റിയേഴ്സിൽ മാത്രമാണ് ഇസ്ലാമിക സൈന്യത്തെ തടഞ്ഞത്. AD 732 ചാൾസ് മാർട്ടൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചു. ഈ കാലയളവിൽ ഇസ്ലാമിക സൈന്യം കീഴടക്കിയ വലിയ ഭൂപ്രദേശങ്ങളും നഗരങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. എൻ്റെ പുസ്തകത്തിൻ്റെ 27 പേജിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടെത്താം. ഇനിപ്പറയുന്ന 661, 750 ചോദ്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തേക്കാം. അറേബ്യയ്ക്ക് പുറത്തുള്ള പുതിയ പ്രദേശങ്ങൾ കീഴടക്കാൻ മുസ്ലിങ്ങൾ സൈനിക നടപടിയിൽ ഏർപ്പെടാൻ ശ്രമിച്ചത് എന്തുകൊണ്ട്? 1. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സൈന്യം ഈ കാലഘട്ടത്തിൽ വലിയ പ്രദേശങ്ങൾ കീഴടക്കുന്നതിൽ ഇത്രയധികം വിജയിച്ചത്? എന്തുകൊണ്ടാണ് ഉമയ്യിദുകൾ ഡമാസ്കസ് കേന്ദ്രമായി തിരഞ്ഞെടുത്തത്? അക്കാലത്ത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന് എന്ത് സംഭവിച്ചു? ഏകദേശം 750 മുതൽ 1258 വരെ 508 വർഷം നീണ്ടുനിന്ന രണ്ടാമത്തെ പ്രധാന കാലഘട്ടമായിരുന്നു അബ്ബാസിദ് രാജവംശം. ഇത് ഉമയ്യദ് രാജവംശത്തിന് പകരമായി വന്ന അബ്ബാസിദ് രാജവംശത്തിന്റെ കേന്ദ്രം ബാഗ്ദാദ് ആയിരുന്നു. അബ്ബാസിദ് രാജവംശത്തിന്റെ ചില സവിശേഷതകൾ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പിൻഗാമികളെ അടിസ്ഥാനമാക്കിയാണ് അബ്ബാസിദ് ഖലീഫമാർ ഖിലാഫത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചത്. ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദിന്റെ ഏറ്റവും ഇളയ അമ്മാവന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നേതാക്കൾ സ്വന്തം ഖലീഫമാരോട് മാത്രം വിശ്വസ്തത പുലർത്തുന്ന ഒരു സൈന്യത്തെ സൃഷ്ടിച്ചു. സൈനികരിൽ ഭൂരിഭാഗവും മംലൂക്കുകൾ എന്നറിയപ്പെടുന്ന തുർക്കി അടിമകളായിരുന്നു. 9-ാം നൂറ്റാണ്ടിനെ ഇസ്ലാമിന്റെ വിപുലീകരണം എന്നും വിളിക്കുന്നു. ശരീഅത്ത്, ഇസ്ലാമിക നിയമം മേഖലയിൽ മുസ്ലിം പണ്ഡിതരായ അൽ-ഷാഫിയും ഫൽസഫ്, ഇസ്ലാമിക തത്വചിന്ത മേഖലയിൽ അൽ-ഗിന്ദിയും 2 പ്രധാന നേട്ടങ്ങളാണ്. AD 850 അബ്ബാസി ഖലീഫ് അൽ-മുതവാക്കിൽ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിക ലോകത്ത് രണ്ടാംകിട പൗരന്മാരായി കാണണമെന്ന് വ്യക്തമാക്കുന്ന പുതിയ നിയമങ്ങൾ പാസാക്കി. AD 1258 മംഗോൾ സൈന്യം ബാഗ്ദാദിൽ ആക്രമണം നടത്തുകയും ഏകദേശം 800,000 ആളുകളെ കൊല്ലുകയും ചെയ്തു.
ഇത് അബ്ബാസിദ് രാജവംശത്തിന്റെ നാശത്തിൽ കലാശിച്ചു. ഈ കാലഘട്ടത്തിൽ ഫാത്തിമിദ് രാജവംശം ഒരു പ്രധാന പങ്ക് വഹിച്ചതിനാൽ അത് പരാമർശിക്കപ്പെടാം. AD 909 മുതൽ 1171 വരെ വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഇത് ആധിപത്യം പുലർത്തി. മുഹമ്മദിന്റെ മകളായ ഫാത്തിമയിൽ നിന്നാണ് ഈ പേര് ഉദ്ഭവിച്ചത്. അബ്ബാസിദ് ഖലീഫമാരെ ഇസ്ലാമിക ലോകത്തിന്റെ നേതാക്കളാക്കാൻ ഫാത്തിമിദ് നേതാക്കൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അബ്ബാസിദ് ഖലീഫമാർ ഇസ്ലാമിന്റെ സുന്നി ശാഖയിൽ നിന്നുള്ളവരായിരുന്നു. അതേസമയം ഫാത്തിമിദ് ഖലീഫമാർ ഇസ്ലാമിന്റെ ഷിയ ശാഖയിലെ ഇസ്മായിലി വിഭാഗം എന്ന ഒരു എതിർ മതപ്രസ്ഥാനത്തിലുള്ളവരായിരുന്നു. അങ്ങനെ ഫാത്തിമിദ് ഖലീഫമാർ ഷിയ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുകയും കെയ്റോയെ ഒരു സാംസ്കാരികവും ബൗദ്ധികവുമായ കേന്ദ്രമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. എന്തുകൊണ്ടാണ് പുതിയ ഇസ്ലാമിക കേന്ദ്രം ദമാസ്കസ് അല്ലാതെ ബാഗ്ദാദ് ആയത്? അബ്ബാസിദ് ഫാത്തിമിദ് രാജവംശങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് നമുക്കെന്തറിയാം? മുസ്ലിങ്ങളിലെ ഷിയ സുന്നി പോരാട്ടം. 3. യഹൂദരെയും ക്രിസ്ത്യാനികളെയും രണ്ടാംകിട പൗരന്മാരാക്കിയ ചില നിയമങ്ങൾ എന്തൊക്കെയാണ്? ഉമയ്യദ് രാജവംശവും അബ്ബാസിദ് രാജവംശവും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടാണ് മംഗോളിയക്കാർ ബാഗ്ദാദ് കീഴടക്കുന്നതിൽ വിജയിച്ചത്? അങ്ങനെ അബ്ബാസിദ് രാജവംശം അവസാനിച്ചത്? അബ്ബാസിദ് രാജവംശത്തിന്റെ ഈ കാലഘട്ടത്തെ കുരിശുയുദ്ധങ്ങൾ എന്നും അറിയപ്പെടുന്നു. AD 1095 കുറയ്ക്കുക 1291 കാലഘട്ടത്തിൽ നടന്ന മതസ്വഭാവമുള്ള സൈനിക സംഘട്ടനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു കുരിശുയുദ്ധങ്ങൾ. ക്രിസ്തുമതത്തിന്റെ പേരിൽ ഈ സൈനിക നടപടികൾക്ക് അനുമതി നൽകിയത് പ്രധാനമായും മാർപ്പാപ്പയാണ്. മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് ജെറുസലേമിനെയും അതിന്റെ ഭൂമിയെയും തിരിച്ചുപിടിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. കൂടാതെ അനറ്റോലിയയിലേക്ക് മുസ്ലിങ്ങളുടെ വ്യാപനത്തിനെതിരെ സഹായത്തിനായി പൗരസ്ത്യ ഓർത്തഡോക്സ് ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള ആഹ്വാനവുമായിരുന്നു. അങ്ങനെ യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ യൂറോപ്പിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയ ക്രിസ്ത്യൻ സൈന്യങ്ങൾ രൂപപ്പെട്ടു. ഈ യുദ്ധങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതിനാൽ ഇത് വളരെ ദാരുണമായ കാലഘട്ടമായിരുന്നു. കുരിശുയുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും കഥകളും. മുസ്ലിം ജനങ്ങളുമായുള്ള ചർച്ചകളിൽ കുരിശുയുദ്ധത്തിന്റെ വിഷയം പലപ്പോഴും ഉയർന്നുവരുന്നു. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വാളുകൊണ്ട് കൊല്ലുന്നുവെന്ന് പല മുസ്ലിങ്ങളും ആരോപിക്കുന്നു. മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസത്തെ നിരാകരിക്കുന്നതിനുള്ള ഒരു കാരണം കുരിശുയുദ്ധത്തിന്റെ വിഷയമാണ്. ക്രിസ്ത്യാനികൾ സജീവമായി മുസ്ലിങ്ങളെ കൊല്ലുന്നതിനാൽ ക്രിസ്തുമതം സമാധാനത്തിന്റെ മതമാകാൻ കഴിയില്ലെന്നും മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നു. ക്രിസ്ത്യാനികൾ ആക്രമണകാരികളാണെന്നും മുസ്ലിം സൈന്യം ഈ കാലഘട്ടങ്ങളിൽ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റു മുസ്ലിങ്ങൾ പറയുന്നു. അത്തരം വാദങ്ങളോട് ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ പ്രതികരിക്കാനാകും? ഇനിപ്പറയുന്നവ പറയാം. കുരിശുയുദ്ധങ്ങൾ തീർച്ചയായും ക്രൈസ്തവലോകത്തിന്റെ ചരിത്രത്തിലെ ഒരു സങ്കടകരമായ അധ്യായമായിരുന്നു. ക്രിസ്ത്യാനികൾ ഈ തെറ്റ് അംഗീകരിക്കണം. മാർപ്പാപ്പയും ക്രിസ്ത്യൻ നേതാക്കളും ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. നമ്മൾ മറ്റുള്ളവരെ കൊല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേസമയം തങ്ങളെയും അവരുടെ പ്രദേശത്തെയും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഒരു പുതിയ ദേശത്തേക്ക് പോയി പുതിയ പ്രദേശങ്ങൾ കീഴടക്കി അവിടെയുള്ള ആളുകളെ കൊന്നത്? അറേബ്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് സ്പെയിനിൽ എന്താണ് പ്രതിരോധിക്കാനുള്ളത്? മുസ്ലിം സൈന്യം മറ്റ് മതവിശ്വാസികൾക്ക് വളരെയധികം ദോഷം ചെയ്തുവെന്ന് ചരിത്ര റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. കുരിശുയുദ്ധ കാലഘട്ടത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ദയവായി വിക്കിപീഡിയയും പ്രസക്തമായ പുസ്തകങ്ങളും പോലുള്ള ഇന്റർനെറ്റ് പരിശോധിക്കുക. കുരിശുയുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കുള്ള ചോദ്യങ്ങൾ. മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് ജെറുസലേമിനെ മോചിപ്പിക്കാൻ ഒരു വിശുദ്ധ യുദ്ധം വിളിക്കാൻ മാർപ്പാപ്പയ്ക്ക് യഥാർത്ഥത്തിൽ അധികാരമുണ്ടോ? മതവിശ്വാസികൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടാനും ദൈവമോ അല്ലാഹുവോ അങ്ങനെ ചെയ്യാൻ തങ്ങളെ ചുമതലപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെടാനും അവകാശമുണ്ടോ? അത്തരം സംഘർഷങ്ങൾ പരിഹരിക്കാൻ പരസ്പരം യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റെന്ത് മാർഗങ്ങളുണ്ട്? ഈ കുരിശുയുദ്ധങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധത്തെ എങ്ങനെ ബാധിച്ചു? ചുരുക്കത്തിൽ, ഇസ്ലാമിന്റെയും ഇസ്ലാമിക ലോകത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ ഇസ്ലാമിക രാജവംശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വികാസത്തിനും ഇസ്ലാമിക കല, സംസ്കാരം,
ബൗദ്ധിക ജീവിതം എന്നിവയുടെ വികാസത്തിനും ഇസ്ലാമിക മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രോത്സാഹനത്തിനും അവർ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത് സഹായകരമായ വിവരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പുസ്തകമായ എംഫിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നു. വൈകാതെ വീണ്ടും കാണാം. ശുഭദിനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.